ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പല്ലിശല്യം മൂലം പാറ്റശല്യം മൂലം പൊറുത്തിമുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അതുപോലെ തന്നെ വീടിൻ്റെ മുക്കിലും മൂലയിലുള്ള പാറ്റേനെയും പല്ലിനെയൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഓടിച്ച് കളയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ തൊലിയൊക്കെ കളയാറാണല്ലോ പതിവ്. ഇനി ആരും കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഞാൻ ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലെമണിൻ്റെ തൊലിയാണ്, ചെറുനാരങ്ങയുടെ തൊലിയാണ്. അത് ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇത്രയ്ക്ക് കട്ടിയായിട്ടിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഞാൻ 1 ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ വീട്ടിലെ TV, അതുപോലെ തന്നെ കണ്ണാടി, അങ്ങനെയുള്ള ഹോം അപ്ലയൻസസൊക്കെ ക്ലീൻ ചെയ്യാൻ പാകത്തിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെയും ഒക്കെ തൊലി വെച്ച് റെഡിയാക്കി ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നല്ല റിസൾട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്കിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ച് നമുക്ക് ആഴ്ചകളോളം നമുക്ക് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓറഞ്ചിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സൊല്യൂഷന്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കൈയൊന്ന് വേദനിക്കാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഹോം അപ്ലയൻസസും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എണ്ണമഴുക്കും അതുപോലെ തന്നെ ചായയൊക്കെ ഒഴിച്ചതും അതുപോലെ തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഓയിലൊക്കെ ഒന്ന് തെറിച്ചതും ഒക്കെ ആയിട്ട് ഗ്യാസ് സ്റ്റോപ്പ് നല്ല മെസ്സായി കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് നമ്മൾ ആ ഒരു മെസ്സായിട്ട് അഴുക്കായിട്ടുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആ ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് നീങ്ങിക്കിട്ടും. നന്നായിട്ട് ന്യൂസ് പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം നല്ല ഡ്രൈ കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല വൃത്തിയാകും കേട്ടോ. ഇതേ മെത്തേഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഹോം അപ്ലയൻസസൊക്കെ വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ. അതുമൂലം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റശല്യം പല്ലിശല്യമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒക്കെ ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതാ കണ്ടാൽ അറിയാം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കൊണ്ടൊക്കെ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം ഗ്യാസ് സ്റ്റോപ്പ് എത്ര നല്ല രീതിക്കാണ് വൃത്തിയായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോം അപ്ലയൻസിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കണ്ണാടി അതുപോലെ തന്നെ ഡസ്റ്റൊക്കെ പിടിച്ചിട്ടുള്ള ഹോം അപ്ലയൻസസിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ കോട്ടൺ കൊണ്ടൊന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ല വെണ്മയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ എത്ര കൊണ്ട് നമ്മൾ സോപ്പ് കൊണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഷിങ്കിൽ ഒരുമാതിരി ഓയിൽ സ്റ്റെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലുള്ള സൊല്യൂഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഓയിൽ സ്റ്റെയിൻ ഒക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമുക്കത് ബ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ജസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ആ ഒരു സ്പ്രേ തെളിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഫോഴ്സായിട്ട് വെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാക്കി തന്നെ നമ്മുടെ ഷിങ്കൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഗ്രാമ്പുവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 ഗ്രാമ്പു ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ നന്നായിട്ട് നമ്മുടെ ഗ്രാമ്പു ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയ തട്ടിലേക്ക് ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു തട്ടിലേക്ക് ഞാൻ നാഫ്തലിൻ ബോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാഫ്തലിൻ ബോളിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നിങ്ങൾക്കറിയാം നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ഗ്രാമ്പൂ അതുപോലെ തന്നെ നാഫ്തലിൻ ബോളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നല്ലെണ്ണ കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ എണ്ണയിൽ കിടന്ന് നമ്മുടെ നാഫ്തലിൻ ബോളും അതുപോലെ തന്നെ ഗ്രാമ്പൊക്കെ നന്നായിട്ടൊന്ന് സോക്കാവട്ടെ, നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കൊരു തിരി ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കത്തിക്കാം. ഒരു വിളക്ക് പോലെ ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വിളക്ക് കത്തുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു കൊതുകും അതുപോലെ തന്നെ ചെറിയ പൊടിയീച്ചകളൊന്നും പിന്നീട് വരില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു എണ്ണയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ മാറി വരുന്ന കാലാവസ്ഥ കൊണ്ട് ഒരുപാട് കൊതുകുകളും അതുപോലെ തന്നെ ഈച്ചകളൊക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു എണ്ണ റെഡിയാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കൊതുക് ശല്യം അതുപോലെ തന്നെ ചെറിയ ഈച്ചകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിതാ നാഫ്തലിൻ ബോൾ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നാഫ്തലിൻ ബോൾസ് ഞാൻ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കിയ ഈ ഒരു നാഫ്തലിൻ ബോൾസ് എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പല്ലി ശല്യം പാറ്റ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു നാഫ്തലിൻ ബോളിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ പല്ലിയും പാറ്റയും ഒന്നും ആ പ്രദേശത്തേക്ക് പോലും വരില്ല കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ചുമരിലും എവിടേക്കാണോ പല്ലിശല്യം ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ അലമാരയിലൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയും അതുപോലെ തന്നെ പാറ്റിയൊന്നും വരില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ചൈനീസ് റെസിപ്പീസിലൊക്കെ നമ്മൾ ചേർക്കുന്ന വിനീഗറാണ്. ഇത് കടകളിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചോദിക്കുകയാണെങ്കിൽ കിട്ടും കേട്ടോ. ചൈനീസ് റെസിപ്പീസിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന വിനീഗറാണ്. അതും നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ഗ്ലാസ് ഈ ചൈനീസ് റെസിപ്പീസിലൊക്കെ നമ്മൾ ചേർക്കുന്ന ആ ഒരു വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വെള്ളം അതുപോലെ തന്നെ ആ ഒരു വിനീഗറും നമ്മൾ ചേർത്ത് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ തന്നെ നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കാം. നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. നമുക്കിത് എടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് മുക്കിലും മൂലയിലൊക്കെ ഉള്ള പല്ലീനെയും പാറ്റേനെയും ഒക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഓടിച്ചു കളയാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലായാലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഷിങ്ക് എന്നിവിടങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഡ്രൈ കോട്ടൺ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയോ പാറ്റയോ ഒന്നും വരില്ല കേട്ടോ. 2-3 ദിവസം നമ്മൾ ഈ സൊല്യൂഷൻ റെഡിയാക്കി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി. പിന്നീട് നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും എവിടെയും പാറ്റശല്യം അതുപോലെ തന്നെ പല്ലിശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.